രത്നങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തന്നെത്താൻ പറഞ്ഞു. ഈ അസാധാരണമായ പെരുമാറ്റത്തിന്റെ കാരണം സഭയിലുണ്ടായിരുന്ന ഓരോരുത്തരും താന്താങ്ങളുടെ സ്വന്തം രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ഒടുവിൽ ഒരു സാമന്തരാജാവിന് തന്നെ അത് അടക്കി നിർത്താനായില്ല. അതുല്യനായ വീര, താങ്കൾ എന്തിനാണ് ആ രത്നമാല ഇത്രയും കഷ്ണങ്ങളാക്കി പൊട്ടിച്ചത്? ആ ചെയ്തത് ശരിയോ? അതിന്റെ കാരണം ഞങ്ങളോട് പറയൂ. ഞങ്ങൾക്ക് അല്പം ആശ്വാസം നൽകി ഞങ്ങളുടെ സംശയങ്ങളെ ശമിപ്പിക്കുക. ഹനുമാൻ അദ്ദേഹം പറഞ്ഞത് ക്ഷമയോടെ കേട്ടു. എന്നിട്ട് മറുപടി പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാനോരോ രത്നവും പരിശോധിച്ചു. അതിൽ രാമന്റെ പവിത്രനാമം അതിലുണ്ടോ എന്നറിയാനായിരുന്നു. എനിക്ക് ഒരൊറ്റ രത്നത്തിലും രാമനാമം കാണാൻ കഴിഞ്ഞില്ല. രാമൻ എന്ന പേരില്ലെങ്കിൽ അവ രത്നക്കല്ലുകളല്ല, ചരൽക്കല്ലുകളാണ്. അതുകൊണ്ട് ഞാനവയെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. രാജാവ് വീണ്ടും ചോദിച്ചു, ഹനുമാൻ, ഓരോ സാധനത്തിലും അതിന്റെ തരിയിലും രാമന്റെ നാമമുണ്ടായിരിക്കണം എന്നതാണ് താങ്കളുടെ ആവശ്യമെങ്കിൽ താങ്കൾ അസാധ്യമായ കാര്യം ആവശ്യപ്പെടുകയല്ലേ? ഹനുമാൻ പറഞ്ഞു, രാമനാമം അടങ്ങിയിട്ടില്ലെങ്കിൽ ആ വസ്തുകൊണ്ട് എന്താണ് നന്മ? എന്താണ് ലാഭം? എനിക്ക് അത്തരം സാധനങ്ങൾ ആവശ്യമേയില്ല. അങ്ങനെ മഹാശക്തനായ ആ വീരൻ ഹനുമാൻ രാജാവിന്റെ വാദം നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. രാജാവ് എന്നിട്ടും തന്റെ എതിർപ്പു തുടർന്നു. അദ്ദേഹം പറഞ്ഞു, രാമനാമം ഉള്ളിലില്ലാത്ത ഒന്നുതന്നെ താങ്കൾ ധരിക്കേണ്ടതില്ല. ശരി, താങ്കൾ താങ്കളുടെ ശരീരം വഹിക്കുന്നു. അത് പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകുന്നു. അതിൽ രാമനാമമുണ്ടെന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തരിക. ഹനുമാൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതാ ഞാൻ തെളിയിക്കാം. കണ്ടോളൂ. അദ്ദേഹം കൈത്തണ്ടയിൽ നിന്നും ചെറിയൊരു രോമം പറിച്ചെടുത്ത് രാജാവിന്റെ കാതിന് വളരെ അടുത്ത് പിടിച്ചു. ആ രോമം രാമ 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 എന്നുച്ചരിക്കുന്നത് രാജാവിന് കേൾക്കാമായിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതാധീനനായി. അദ്ദേഹം ഹനുമാന്റെ പാദങ്ങളിൽ വീണ് മാപ്പിനപേക്ഷിച്ചു. രാമൻ ഹനുമാനെ അടുത്ത് വിളിച്ച് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചു. രാമൻ ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ, ഈ സന്ദർഭത്തിൽ ഞാൻ നിനക്ക് എന്താണ് നൽകേണ്ടത്? നിനക്ക് നൽകാൻ അർഹമായ സമ്മാനങ്ങൾ എന്റെ വശമില്ല. സമ്മാനമെന്ന നിലയിൽ എന്നെത്തന്നെയാണ് ഞാൻ നിനക്ക് നൽകുന്നത്. അനന്തരം തന്നെ കെട്ടിപ്പിടിക്കാൻ രാമൻ ഹനുമാനെ അനുവദിച്ചു. കാരുണ്യത്തിന്റെ അതുല്യമായ ഈ രംഗം കണ്ട് സദസ്സ് ജയഘോഷം മുഴക്കി. അവർ ഹനുമാനെ പുകഴ്ത്തി. സർവ്വലോകങ്ങളിലും അദ്ദേഹത്തിന് തുല്യമായി ആരുമില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. അവർ ഹനുമാന്റെ ഭക്തിയെയും അർപ്പണഭാവത്തെയും പ്രകീർത്തിച്ചു. അനന്തരം രാമൻ സിംഹാസനത്തിൽ നിന്നും താഴെയിറങ്ങി പുറത്തേക്കു പോയി. അവിടെ വലിയൊരു ജനാവലി രാമന്റെ ദർശനത്തിന് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ സുന്ദരവും ഗംഭീരവുമായ സ്വരൂപത്തിന്റെ ദിവ്യമായ ദർശനം രാമൻ അവർക്ക് നൽകി. ഈ ദർശനം നൽകിയ ആനന്ദത്തിൽ ഇതുവരെയില്ലാത്ത വിധം അവർ പുളകിതഗാത്രരായി. നഗരത്തിലുള്ളവർക്കെല്ലാം ഉത്സാഹപൂർണമായ സ്വീകരണം നൽകപ്പെട്ടു. വിഭവസമൃദ്ധമായ സദ്യയും ആഡംബരസമന്വിതം സുഖസമ്പൂർണവുമായ സങ്കേതങ്ങളും കൊടുക്കുകയുണ്ടായി. സ്വർണം, പണം, വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ, വീടുകൾ, മറ്റു മനോജ്ഞവസ്തുക്കളെല്ലാം ധാരാളമായി വിതരണം ചെയ്യാനുള്ള ഏർപ്പാടുകളും ചെയ്തു. ഈ പ്രവർത്തനങ്ങളുടെ പ്രൗഢിയും വൈപുല്യവും കണ്ട് വിഭീഷണനും വാനരവീരന്മാരും അത്ഭുതസ്തംഭരായി. അവർ അത്യാഹ്ലാദത്തോടുകൂടി രാവും പകലും രാമനെ സേവിച്ചുകൊണ്ട് 6 മാസക്കാലം തലസ്ഥാന നഗരിയിൽ താമസിച്ചു. അവർക്ക് 6 മാസം 1 മാസമായിട്ടേ തോന്നിയുള്ളൂ. ഇത്രയും കാലത്തിനിടയ്ക്ക് അവർക്ക് സ്വന്തം വീടുകളുടെയോ കുടുംബങ്ങളുടെയോ രാജ്യങ്ങളുടെയോ സ്മരണ പോലും ഉണ്ടായിരുന്നില്ല. അവസാനം രാമൻ തന്നെ അനുഗമിച്ചിരുന്ന കൂട്ടുകാരെയും സഖാക്കളെയും ആസ്ഥാനമണ്ഡപത്തിലേക്ക് വിളിച്ചുവരുത്തി യഥാസ്ഥാനമിരുത്തി. അനന്തരം മൃദുവും മധുരവുമായ രീതിയിൽ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. സുഹൃത്തുക്കളെ, എനിക്കുവേണ്ടി നിങ്ങളെല്ലാം വളരെ പ്രയത്നിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെ വെറുതെ സ്തുതിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എത്ര ക്ലേശങ്ങൾ എനിക്കുവേണ്ടി സഹിച്ചു. സ്വന്തം വീടുകളെ വിട്ട് ഭാര്യയെയും സന്താനങ്ങളെയും കുറിച്ച് അസ്വസ്ഥപ്പെടാതെ വസ്തുവകകളിലും സുഖസൗകര്യങ്ങളിലും താൽപ്പര്യമില്ലാതെ എനിക്കുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു. നിങ്ങൾ ഇതിൽ കവിഞ്ഞ് എനിക്ക് വേറെ സ്നേഹിതന്മാരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായ സ്നേഹവും കരുണയുമുണ്ട്. എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ സീതയേക്കാൾ പോലും നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാകുന്നു. ഇതാണ് എന്റെ ഉറച്ച അഭിപ്രായം. ഇനി നിങ്ങൾ സ്വന്തം ഭവനങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കൂ, എന്നെ സേവിക്കൂ. നിങ്ങളുടെ ഗൃഹങ്ങളിൽ നിങ്ങളുടെ സമീപത്തും പിമ്പിലും മുമ്പിലും എപ്പോഴും എന്നെ കാണാനുള്ള അനുഗ്രഹം ഞാൻ നൽകുന്നതാണ്. എന്റെ കാരുണ്യം എപ്പോഴും നിങ്ങളിലുണ്ടാകും. രാമദേവന്റെ കരുണയും പ്രേമവും നിറഞ്ഞ വാക്കുകൾ അവർ ശ്രദ്ധിച്ചു. അവർ കൃതജ്ഞതയ്ക്കും ആനന്ദത്തിനും അധീനരായി. തങ്ങളെയും തങ്ങളുടെ പരിസരങ്ങളെയും അവർ വിസ്മരിച്ചു. രാമന്റെ മുഖത്തുനിന്നും അവർ കണ്ണെടുത്തില്ല. അവർ ആനന്ദാശ്രുകൾ പൊഴിച്ചു.
ഒന്നുതന്നെ മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തെങ്കിലും പറയാൻ അവരുടെ നാവ് അശക്തമായിരുന്നു. അനന്തരം രാമാജ്ഞ അനുസരിച്ച് പരിചാരകന്മാർ ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും അവിടെ കൊണ്ടുവന്നുവെച്ചു. അവ സുഹൃത് സംഘാംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനും യഥോചിതം ധരിക്കുവാൻ അവരെ സഹായിക്കുന്നതിനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും നിയുക്തരായി. വിഭീഷണനെയും വാനരന്മാരെയും പുതുവസ്ത്രങ്ങൾ അണിയുന്നതിൽ അവർ സഹായിച്ചു. അവ ധരിച്ചതുകൂടി അവർ പൂർവാധികം സൗന്ദര്യമുള്ളവരും ശോഭയുള്ളവരുമായി കാണപ്പെട്ടു. പക്ഷേ ഇതുകൊണ്ടൊന്നും വാനരന്മാർക്ക് യാതൊരു ഭാവഭേദവും വന്നില്ല. തങ്ങളുടെ ആരാധനാമൂർത്തിയായ രാമന്റെ പാദങ്ങളിൽ മാത്രം ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ടിളകാതെ ലജ്ജുവായി അവർ നിലകൊണ്ടു. പിന്നെ തലകുനിച്ച് ആ സുന്ദരചരണങ്ങളിൽ നമസ്കരിച്ചു. രാമൻ അവരെ ശാന്തമായി എഴുന്നേൽപ്പിച്ച് വളരെ വാത്സല്യത്തോടുകൂടി ആശ്ലേഷിച്ചു. യാത്ര പറഞ്ഞു പിരിയുന്ന വാനരന്മാരോടും മറ്റുള്ളവരോടും രാമൻ പറഞ്ഞു, കുട്ടികളെ, ഏതാണ്ടെനിക്കുള്ളതുപോലെ തന്നെ ശക്തികളും സിദ്ധികളും നിങ്ങൾക്കുണ്ടാകുന്ന വിധം മോക്ഷത്തിന്റെ സാരൂപ്യാവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. തിരികെ ചെന്ന് നിങ്ങളിൽ സമർപ്പിതമായ കൃത്യങ്ങളെല്ലാം വിജയപൂർവ്വം അനുഷ്ഠിക്കുകയും നിങ്ങളേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. രാജ്യത്തെയും ജനങ്ങളെയും ഭംഗിയായി ഭരിക്കുകയും സമാധാനവും ക്ഷേമവും അനുഭവിക്കുകയും ചെയ്യുക. രാമൻ അവർക്ക് അമൂല്യങ്ങളായ പല ഉപദേശങ്ങളും നൽകി. അവരെ പോകാൻ അനുവദിച്ചു. വാനരന്മാരുടെയും മറ്റുള്ളവരുടെയും ഭക്തി കണ്ട് ഭരതനും ശത്രുഘ്നനും അവരെ മനസ്സാ ബഹുമാനിച്ചു. രാമാജ്ഞപ്രകാരം ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും നഗരത്തിന്റെ വെളിയിൽ വരെ അവരോടൊന്നിച്ചുപോയി. തങ്ങൾക്കുവേണ്ടി ഒരുക്കി നിർത്തിയിരുന്ന രഥങ്ങളിൽ കയറിയിരുന്നിട്ടും വാനരന്മാർ സസ്നേഹം തിരിഞ്ഞുനോക്കി. രാമനെ വിട്ടുപിരിയേണ്ടി വന്നതോർത്ത് കണ്ണുനീർ പൊഴിച്ചു. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും അവരുടെ ഹൃദയവേദന മുഖത്ത് പ്രകടമായത് കണ്ടു. ആ കാഴ്ച അവർക്ക് സഹിക്കാൻ പ്രയാസമായി. ആ ബാഷ്പപ്രവാഹത്തിന്റെയും ആ ശോകപൂർണമായ വീക്ഷണങ്ങളുടെയും അർത്ഥം അവർക്കറിയാമായിരുന്നു. ആ ഭക്തന്മാരുടെ ഹൃദയപൂർവമായ സമർപ്പണഭാവത്തെ അവർ പ്രശംസിച്ചു. രാമസഹോദരന്മാർ നദീതീരം വരെ അവരെ അനുഗമിച്ചു. പിന്നീട് നദീതരണത്തിനുള്ള ഏർപ്പാടുകളുടെ മേൽനോട്ടം വഹിച്ചു. അനന്തരം അവർ അയോധ്യയിലേക്ക് തിരിച്ചുപോന്നു. ഹനുമാനും അവരോടൊപ്പം മടങ്ങി. ഏതാണ്ട് 10 ദിവസം കൂടി അവിടെ തങ്ങാൻ തന്നെ അനുവദിക്കണമെന്ന് അദ്ദേഹം തന്റെ രാജാവായ സുഗ്രീവനോട് അപേക്ഷിക്കുകയും അതിനുശേഷം തിരിച്ചെല്ലാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിരഹവേദന സഹിക്കാൻ കഴിയുന്നില്ല. ഈ അഭ്യർത്ഥന അനുവദിക്കുന്നതിൽ സുഗ്രീവൻ സന്തുഷ്ടനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ മനസ്സിലായിട്ടും ഹനുമാൻ ലക്ഷ്മണനോടും ബാക്കിയുള്ളവരോടൊപ്പവും രാമസമീപത്തേക്ക് തിരികെപ്പോയി. ഒരു ദിവസം രാമൻ സഹോദരന്മാരോടും പ്രിയങ്കരനായ ഹനുമാനോടുമൊന്നിച്ച് കുറേ സമയം ചുറ്റിനടക്കുന്നതിനായി ഒരു ഉദ്യാനത്തിലേക്ക് പോയി. പുഷ്പഫല സമ്പൂർണമായിരുന്നു ആ സ്ഥലം. അവിടെയുണ്ടായിരുന്ന ഒരാസനത്തിലിരുന്നു. സഹോദരന്മാർ ഇരുവശത്തും ആസനസ്ഥരായി. പലതും ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും സഹോദരന്മാർ മടിക്കുന്നതായി കാണപ്പെട്ടു. അവർ ഹനുമാനെ നോക്കി തങ്ങളുടെ വികാരങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. ഹനുമാൻ ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ രാമൻ സന്തോഷപൂർവ്വം മറുപടി പറയുമെന്ന് അവർക്കറിയാമായിരുന്നു. സർവ്വവ്യാപിയായ രാമൻ ഈ അവസ്ഥ മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, ഹനുമാൻ, എന്താണ് നിനക്കറിയേണ്ടത്? ചോദിച്ചോളൂ. ഹനുമാൻ മറുപടി പറഞ്ഞു, ഓ സാധുസംരക്ഷക, ഭരതൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സംശയഗ്രസ്തനാണ്, ഭീതിബോധം കൊണ്ട് വിഷണ്ണനുമാണ്. രാമന്റെ ചോദ്യത്തിന് പരക്കൻ രീതിയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടും സംസാരിക്കാൻ താൻ ആജ്ഞാപിതനായാലുള്ള കൃതജ്ഞത കൊണ്ടും ഹനുമാൻ കൈകൂപ്പി രാമന്റെ കാൽക്കൽ വീണു. രാമൻ പറഞ്ഞു, ഹനുമാൻ, നിനക്ക് എന്റെ പ്രകൃതി പൂർണ്ണമായി അറിയാം. ഭരതനും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭരതൻ ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടു പറഞ്ഞു, അഭയം പ്രാപിക്കുന്നവരുടെ ദുരിതങ്ങളകറ്റുന്ന ഭഗവാൻ, ശ്രദ്ധിച്ചാലും എന്റെ തെറ്റുകൾ പുറത്ത് എന്നെ രക്ഷിക്കണം. എന്റെ മനസ്സിൽ യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല. സ്വപ്നത്തിൽ പോലും എനിക്ക് വ്യസനമോ ബന്ധങ്ങളോ ഇല്ല. ഇതിനെല്ലാം ഞാൻ അങ്ങയുടെ കരുണാർദ്രതയ്ക്കും അനുഗ്രഹത്തിനും കടപ്പെട്ടിരിക്കുന്നു. എല്ലാ സദ്ഗുണങ്ങളുടെയും ഇരിപ്പിടമാണങ്ങ്. സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസമറിയാൻ എനിക്കാഗ്രഹമുണ്ട്. രാമൻ ദാക്ഷിണ്യപൂർവ്വം മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞു, സഹോദരാ, വേദങ്ങളും പുരാണങ്ങളും പറയുന്നതുപോലെ സജ്ജനങ്ങളെ വേർതിരിച്ചു കാണിക്കുന്ന ഗുണങ്ങൾ അസംഖ്യമാണ്. ചന്ദനമരവും മഴുവൂ തമ്മിലെന്ന പോലെ അത്ര അകന്നതാണ് ദുർജനങ്ങളിൽ നിന്നും സജ്ജനങ്ങളെ അകറ്റി നിർത്തുന്ന വ്യത്യാസം. ഇത് മനസ്സിലാക്കൂ. മഴ ചന്ദനമരം വെട്ടിമുറിക്കുമ്പോഴും മരം മഴുക്ക് സ്വന്തം സൗരഭ്യം നൽകുന്നു. മഴുവതിനെ കൊല്ലുകയാണ്, എന്നാലും മരം തന്റെ കൊലയാളിക്ക് നന്മയെ ചെയ്യുന്നുള്ളൂ. ഈ കാരണത്താൽ ചന്ദനത്തെ എല്ലാവരും വിലമതിക്കുന്നു. ദേവന്മാർ ഫാലദേശത്തിൽ ചന്ദനച്ചാറണിയുന്നതിന് ഇഷ്ടപ്പെടുന്നു. വെട്ടുമ്പോഴും തനിക്ക് സുഗന്ധം നൽകുന്ന മരത്തെ നശിപ്പിക്കുന്ന മഴുവ് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കൂ. അതിനെ തീയിലിടുന്നു. പഴുത്തു ചുവന്നാൽ ചുറ്റിക കൊണ്ടടിച്ച് ആകൃതിയും മൂർച്ചയും വരുത്തുന്നു. ദുഷ്ടന്മാർ സജ്ജനങ്ങൾക്ക് കഷ്ടമുണ്ടാക്കുന്നു.
എന്നാൽ സജ്ജനങ്ങൾ തങ്ങൾക്ക് എന്തു കഷ്ടം വരുത്തിയാലും ദുർജനങ്ങൾക്കു വേണ്ടിപ്പോലും എപ്പോഴും നല്ലതാഗ്രഹിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ ലാഭമെന്താണ്? അവർക്ക് തീർച്ചയായും സ്വർഗം ലഭിക്കുന്നു, അതായത് അവർ ശാശ്വതാനന്ദം അനുഭവിക്കുന്നു. ഇതിന് വിപരീതമായി ദുർജനങ്ങൾ നിരന്തരം ദുഃഖത്തിലും അസംതൃപ്തിയിലും പെട്ടുഴലുന്നു, അതായത് അവർ നരകയാതനയ്ക്ക് വിധേയരാവുന്നു. കാണുന്നവർക്ക് അവർ സന്തുഷ്ടരാണെന്ന് തോന്നാമെങ്കിലും ഉള്ളിലവർ ക്ഷണിച്ചുവരുത്തിയ അപകീർത്തിയും വിദ്വേഷവും അവരെ പീഡിപ്പിക്കുകയാണ്. സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ കേൾക്കൂ, ശ്രദ്ധിക്കൂ. അവർ ഇന്ദ്രിയസുഖങ്ങളാൽ വശീകൃതരാവുകയില്ല. സർവ്വവിശിഷ്ടഗുണങ്ങളുടെയും പെരുമാറ്റരീതികളുടെയും വിളനിലമായിരിക്കും അവർ. അവർക്ക് അന്യരുടെ സുഖത്തിൽ സുഖവും ദുഃഖത്തിൽ ദുഃഖവുമുണ്ടാവും. അവർ എല്ലാവരെയും തുല്യമായി കരുതും. അവർ ജ്ഞാനികളും വിജ്ഞാനികളുമായിരിക്കും. അഗാധമായ ത്യാഗബോധമുണ്ടാവും. സജ്ജനങ്ങൾക്ക് ശത്രുക്കളുണ്ടാവുകയില്ല. ശത്രുക്കളുണ്ടായാൽ തന്നെ അവർ ഗൗനിക്കുകയുമില്ല. സരളഹൃദയരായിരിക്കും അവർ. അശക്തരോടും നിസ്സഹായരോടും അവർക്ക് കരുണാർദ്രതയുണ്ടാവും. ചിന്താശുദ്ധിയോടും വാക്ശുദ്ധിയോടും കർമ്മശുദ്ധിയോടും കൂടി അവർ എന്റെ ചരണങ്ങളെ ആരാധിക്കും. എന്നെ സേവിക്കുന്നതിൽ അവർ സന്തുഷ്ടരാവും. സൽകീർത്തിയിലോ ദുഷ്കീർത്തിയിലോ ബഹുമാനത്തിലോ അപമാനത്തിലോ അവർക്ക് താൽപ്പര്യമുണ്ടാവുകയില്ല. അവർ എപ്പോഴും പരസേവനത്തിൽ ഉത്സുകരായിരിക്കും. സ്വപ്നത്തിൽ പോലും അവർ സ്വാർത്ഥപ്രചോദനത്തിന് വിധേയരാവുകയില്ല. അവരുടെ കർമ്മങ്ങൾ സ്ഫുടവും ശുദ്ധവുമായിരിക്കും. എപ്പോഴും ശീതളവും പ്രസന്നവുമായിരിക്കും അവരുടെ ഹൃദയം. അവർ ത്യാഗത്തിനുള്ള അവസരങ്ങൾക്കായി അഭിലഷിക്കുന്നു. അനുനിമിഷം അവർ ആനന്ദത്തിൽ മുഴുകിയിരിക്കും. നിന്ദയും സ്തുതിയും സജ്ജനങ്ങൾക്കു തുല്യമാണ്. സഹോദരാ, ഈ ലക്ഷണങ്ങളെല്ലാം ആരിലുണ്ടോ അവൻ എന്റെ പ്രകൃതിയുള്ളവനാണെന്ന് മനസ്സിലാക്കുക. അവൻ ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ അവനും. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കൂ. ഇനി ദുർജനങ്ങളുടെ ലക്ഷണങ്ങൾ പറയാം, കേട്ടോളൂ. എല്ലാ മാർഗങ്ങളിലും അവരുമായുള്ള സൗഹൃദം അകറ്റണം. അവരുമായി ബന്ധം സ്ഥാപിച്ചാൽ അതിന്റെ ഫലമായി നിനക്ക് ദുഃഖമുണ്ടാകും. അന്യരുടെ ക്ഷേമം കാണുമ്പോൾ അവരുടെ ഹൃദയം വേദനിക്കും. നിധിയെ സ്വാഗതം ചെയ്യുന്നതുപോലെ അന്യരുടെ അപരാധം പറയുന്നതിൽ അവർ സന്തുഷ്ടരായിരിക്കും. സജ്ജനങ്ങളുടെ ഷഡ്വൈരികളായ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നിവയെ ദുർജനങ്ങൾ പോഷിപ്പിക്കും. അവ എപ്പോഴും അവരുടെ വിളിപ്പുറത്തായിരിക്കും. ഈ ഷഡ്വൈരികളുടെ ആജ്ഞകൾക്കനുസരിച്ചാണ് അവരുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും. അവരിൽ സഹാനുഭൂതിയോ ദാനശീലമോ കാണപ്പെടുകയില്ല. കാരണമേ പ്രേരണയോ ഇല്ലാതെ അവർ അന്യന്മാരുമായി കലഹിക്കും. അവർക്ക് ശത്രുതമുണ്ടാവും. അവരുടെ ഗുണം ചെയ്യുന്നവരോടുപോലും അവരുടെ പെരുമാറ്റം കഠിനമായിരിക്കും. ശിലാഹൃദയമാണവർക്ക്. മയിൽ കാണാൻ അഴകുള്ളതാണ്. ശ്രവണസുഖപ്രദമാണ് അതിന്റെ ശബ്ദം. പക്ഷേ അത് പാമ്പുകളെ കൊല്ലുന്നു. അതുപോലെ ദുഷ്ടന്മാർ അന്യന്മാരെ കഷ്ടപ്പെടുത്തുന്നതിൽ ഉത്സുകരാണ്. അവർ ആഗ്രഹിക്കും. അന്യന്മാരുടെ സൽകീർത്തി നശിക്കുന്നതിൽ അവർക്ക് സന്തോഷം കാണും. അവർ തിന്മയിൽ ആഹ്ലാദിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും നീചന്മാരായിട്ടുള്ളവരാണ് അവർ. അവർക്ക് പ്രതികാരഭീതിയില്ല. അന്യന്മാരുടെ പുരോഗതിയെപ്പറ്റി കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ അവർക്ക് അസൂയമൂത്ത് അസഹ്യമായ തലവേദനയുണ്ടാവും. എന്നാൽ അന്യൻ ആപത്തിൽപ്പെട്ടാൽ അവർ അമിതമായി ആഹ്ലാദിക്കുന്നു. അന്യന്മാരുടെ കഷ്ടപ്പാടിൽ അവർ രാജ്യത്തിന്റെ രാജാവായി വാഴിക്കപ്പെട്ടാലുണ്ടാകുന്ന പോലെ അമിതമായ ആനന്ദം അനുഭവിക്കുന്നു. അവർ അഹന്തയ്ക്ക് അധീനരാണ്. സ്വപ്നത്തിൽ പോലും അന്യന്മാരെ സഹായിക്കാനുള്ള ചിന്ത അവർക്കുണ്ടാവുകയില്ല. കാമം, ക്രോധം തുടങ്ങിയ വികാരങ്ങളിൽ നിമഗ്നമാണ് അവരുടെ ഹൃദയങ്ങൾ. മാതാപിതാക്കന്മാരുടെയോ ഗുരുനാഥന്മാരുടെയോ മുതിർന്നവരുടെയോ നേരെ അവർ യാതൊരു പരിഗണനയും ഉണ്ടായിരിക്കില്ല. ഈശ്വരനെപ്പറ്റിയോ സജ്ജനങ്ങളെപ്പറ്റിയോ പറയാൻ തുടങ്ങിയാൽ അവർക്ക് മടുപ്പു തോന്നുന്നു. വികലമാണ് അവരുടെ ബുദ്ധി. കലിയുഗത്തിൽ അവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കും. സഹോദരാ, എല്ലാ ധാർമ്മിക കർമ്മങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായത് ആവശ്യമുള്ളവർക്ക് സഹായം നൽകുക എന്നതാണ്. എല്ലാ ഹീനകർമ്മങ്ങളിലും ഏറ്റവും ഹീനമായത് പരപീഡനമാകുന്നു. അതിനേക്കാൾ ഹീനമായ കർമ്മം വേറെയില്ല. വേദപുരാണങ്ങളുടെ സാരം ഇതാണ്. എവിടെയുമുള്ള സജ്ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശവും ഇതുതന്നെ. മനുഷ്യജന്മം സിദ്ധിച്ചിട്ടുള്ളവർ പരപീഡനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർ അടുത്ത ജന്മം മനുഷ്യേതര ജീവികളായി തരം താഴ്ത്തപ്പെടും. അല്ലെങ്കിൽ മനുഷ്യജന്മം കിട്ടുമ്പോൾ അവർ അജ്ഞതയും അന്ധതയും കൊണ്ട് കൂടുതൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് കർമ്മഫലത്തിന്റെ അളവുകോൽ ഞാനാണ്. ഈ അന്ധകാരത്തിൽ നിന്നും പുറത്തുകടക്കാനായി ഞാൻ എന്റെ ഒരു ദർശനത്താൽ കാരുണ്യപൂർവ്വം അവരെ അനുഗ്രഹിക്കുന്നു. ഞാൻ അവരെ വീണ്ടും വീണ്ടും ജീവിതത്തിന്റെ നീർച്ചഴിയിലേക്ക് എറിയുകയും അവർക്ക് സ്വന്തമായി അനുഭവജ്ഞാനമുണ്ടാകുന്ന തരത്തിൽ ഉയർച്ചയും താഴ്ചയും അനുഭവിപ്പിക്കുകയും ചെയ്യും. ഭരത, ദേവന്മാരും മഹർഷിമാരും മഹാത്മാക്കളും ദൈവങ്ങളെ ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നില്ല.
ഹൃദയാർപ്പണ രൂപത്തിലുള്ള എന്റെ ആരാധനയിൽ അവർ എപ്പോഴും ഏർപ്പെടുന്നു. ഫലത്തെ സംബന്ധിച്ച ബന്ധമോ ആഗ്രഹമോ ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടുന്നു. വല്ല ലക്ഷ്യവും സാധിക്കുന്നതിനായി തപോനിഷ്ഠയിലേർപ്പെട്ടാൽ ഫലം നേടാനുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രവർത്തനങ്ങൾ അർഹിക്കുന്ന നന്മയോ തിന്മയോ നൽകപ്പെടുന്നതിനും മനുഷ്യശരീരം സ്വീകരിച്ചുകൊണ്ട് ജന്മമെടുക്കേണ്ടിവരും. ഫലാഗ്രഹമില്ലെങ്കിൽ കർമ്മങ്ങൾ ആത്മാർത്ഥമായും ശരിയായും വഴിപോലെയോ ചെയ്തതയാൽ അവ നമ്മളെ ബന്ധിക്കുന്നില്ല. പകരമായി കർമ്മം ചെയ്യുന്നവർക്ക് ജ്ഞാനം ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ളയാൾ ഭക്തിയിലും ശരണാഗതിയിലും വളരെ പുരോഗമിക്കും. അതിന്റെയെല്ലാം ഫലമായി അദ്ദേഹം പരമാത്മാവിനും അതിലെ ലയനത്തിനും വളരെ അടുത്തെത്തും. ഈ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, സഹവാസികളെ തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരസമുദ്രത്തിന്റെ ക്ലേശങ്ങളിൽ നിന്നും മോചനം നേടുവാൻ കഴിയും. സഹോദരാ, യഥാർത്ഥമോ അയാഥാർത്ഥമോ അല്ലാത്ത ഈ ലോകത്തെ യഥാർത്ഥമാണെന്ന് പരിഗണിക്കുന്നത് മൂലമുള്ള ബന്ധത്തിന്റെയും വികാസത്തിന്റെയും ഫലമാണ് അടിസ്ഥാനപരമായ നന്മയെയും തിന്മയെയും സംബന്ധിച്ച ഈ വ്യവസ്ഥകളൊക്കെ എന്ന് മനസ്സിലാക്കുക. ഈ മായയിൽ നിന്നും ദൈവാവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് മഹാത്മാക്കൾ. ഒരു മാറ്റവുമില്ലാത്ത ആത്മാവാണ് തങ്ങളുടെ യഥാർത്ഥമെന്ന് അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു. രണ്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ആ ഒന്നിനെപ്പറ്റിയുള്ള അനുഭവമേ അവർക്കെപ്പോഴുമുള്ളൂ. മറ്റുള്ളവരെല്ലാം അജ്ഞാനികളാകുന്നു. ഈ വിശദീകരണം കേട്ട സഹോദരനും മറ്റുള്ളവരും സമിത്തരായുള്ളവരായിത്തീർന്നു. പ്രേമോദ്ഗമനം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ സന്തോഷപൂർണങ്ങളായി. രാമന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ബോധവാന്മാരായി. ഓരോ പ്രധാന വസ്തുതയും വിശദീകരിച്ചപ്പോഴെല്ലാം അവരങ്ങനെ ചെയ്തു. മറ്റാരെക്കാളും ഹർഷോന്മാദം അനുഭവപ്പെട്ടത് ഹനുമാനായിരുന്നു. പിന്നീട് രാമൻ രാജധാനിയിലേക്ക് പോയി. ഹനുമാനും ഒന്നിച്ചുണ്ടായിരുന്നു. ഇത് ദിവസതോറുമുള്ള പതിവായിരുന്നു. ഉപദേശങ്ങൾ നൽകലും ഭരണപരമായ കൃത്യങ്ങൾ നിർവഹിക്കലും. ഒരു ദിവസം അയോധ്യയിലെ പൗരന്മാരും കുലഗുരുവും ബ്രാഹ്മണരും രാജധാനിയിൽ സമ്മേളിക്കണമെന്ന് രാമൻ അഭിലഷിച്ചു. അവരെല്ലാം ആസ്ഥാനമണ്ഡപത്തിൽ സമ്മേളിച്ചു. അവർക്ക് അർഹമായ രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ നൽകിയിരുന്നു. രാമൻ രാജസദസ്സിലേക്ക് വന്നു. പിന്നീട് അവരെ അഭിസംബോധന ചെയ്തു. പൗരജനങ്ങളെ, ഗുരുഭൂതന്മാരെ, ബ്രാഹ്മണരെ, നിങ്ങൾക്കെല്ലാം നമസ്കാരം. എന്റെ വാക്കുകൾ സമാധാനപൂർവം അവസാനവരെ ശ്രദ്ധിക്കണം. ഞാൻ അഹങ്കാരത്തോടുകൂടിയോ സ്വാർത്ഥപരവും സാഡോപവുമായ അഭിമാനത്തോടുകൂടിയോ അല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ രാജാവാണെന്ന് പ്രഖ്യാപിക്കാനുമല്ല ഇത് ചെയ്യുന്നത്. എന്റെ വാക്കുകൾ നല്ലത് എന്ന് കാണിയാൽ ഞാൻ നിർദ്ദേശിക്കുന്ന മാർഗ്ഗങ്ങൾ അവലംബിക്കുക. പക്ഷേ എനിക്കിത് പറയാതെ നിവൃത്തിയില്ല. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരും അവയ്ക്കനുസരിച്ച് നടക്കുന്നവരും മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ടവർ. അവർ മാത്രമാണ് എന്റെ സഹോദരന്മാർ. ഞാൻ ഏതെങ്കിലും തെറ്റു പറഞ്ഞാൽ അതപ്പോൾ തന്നെ മടിക്കാതെ ചൂണ്ടിക്കാണിച്ചു തരണം. ശരി, മനുഷ്യനായി ജനിക്കുക എന്നത് ഏറ്റവും സുദുർലഭമായ ഭാഗ്യമാണെന്ന് വേദങ്ങളിലും പുരാണങ്ങളിലും പറയപ്പെട്ടിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലുമുള്ള ജ്ഞാനികളും അങ്ങനെ തന്നെ പറയുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ നേടിയ ധാരാളം നന്മകളുടെ ഫലമായിട്ടു മാത്രമേ മനുഷ്യജന്മം സിദ്ധിക്കുകയുള്ളൂ. ദേവന്മാരുപോലും ഈ ഭാഗ്യത്തിനുവേണ്ടി കൊതിക്കുന്നു. മനുഷ്യജന്മം ലഭിക്കാൻ വളരെ വിഷമിക്കുകയും ചെയ്യുന്നു. മനുഷ്യനായി ജനിച്ചാൽ മോക്ഷത്തിനുള്ള കവാടം തുറക്കപ്പെടുകയായി. വേണ്ടവിധം സാധന ചെയ്യാനും അതിന്റെ ഗുണം അനുഭവിക്കാനും ഇത് ധാരാളം സൗകര്യം നൽകുന്നു. മനുഷ്യശരീരം വിഷയസുഖം അനുഭവിക്കാനല്ല പ്രയോജനപ്പെടുത്തേണ്ടത്. അത് സ്വർഗം പുകാനും അവിടെയുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാനും ആനന്ദമനുഭവിക്കാനുമുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കരുത്. ഈ സുഖങ്ങളെല്ലാം നൈമിഷികങ്ങളാണ്. ജനനമരണങ്ങളുടെ ആ കഠിനാധ്വാനത്തിലേക്ക്, മാറ്റത്തിന്റെ ആ നൂലാമാലകളിലേക്ക് അവ നിങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നു. ഈ സുഖങ്ങൾ നിങ്ങൾക്ക് ദുഃഖം വരുത്തുന്നു. ഇന്ദ്രിയസുഖങ്ങളുടെ അന്വേഷണത്തിലേക്ക് വിഡ്ഢികൾ മാത്രമേ പോക്കുകയുള്ളൂ. അത്തരം സുഖങ്ങൾ മനുഷ്യന് വിഷമാണ്. അമൃതിനു പകരം ആരെങ്കിലും വിഷം അന്വേഷിക്കുമോ? വിഷത്തിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ സജ്ജനങ്ങളാവുകയില്ല. ചിന്താമണി തള്ളിക്കളഞ്ഞ് പളുങ്കുമണി സ്വീകരിക്കുന്ന വിഡ്ഢികളാണവർ. മനുഷ്യശരീരം ലഭിച്ചിട്ടൊരാൾ അത് സംസാരസാഗരം തരണം ചെയ്യാനായി പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അയാൾ ദൗർഭാഗ്യവാനും മന്ദബുദ്ധിയുമാണ്. അവരോട് സഹതാപം പ്രദർശിപ്പിക്കേണ്ടതാണ്. അത്തരക്കാർ തീർച്ചയായും ആത്മഘാതകരാണ്, സ്വന്തം പുരോഗതിയുടെ പരമശത്രുവും. മനുഷ്യനായി ജന്മം സിദ്ധിച്ചവരെല്ലാം ആത്മാവിന്റെ രൂപത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ദിവ്യതയുള്ളവർ എന്ന നിലയിൽ എല്ലാവരെയും സേവിക്കണം. ആ സേവനം ഏറ്റവും ശരിയായ ഈശ്വരാരാധനയാണെന്ന് പരിഗണിക്കുകയും വേണം. ഈശ്വരന്റെ ശാസനങ്ങൾ പൂർണ്ണഹൃദയത്തോടെ അനുസരിക്കണം. ഈശ്വരാർപ്പണം എന്ന നിലയിൽ എല്ലാം നിർവഹിക്കണം. പൗരന്മാരെ, ഇഹലോകത്തിലും പരലോകത്തിലും സുഖമായിരിക്കണമെന്നാഗ്രഹിക്കുന്നവർ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാലും അവയെ നിങ്ങളുടെ മാർഗദർശികളും ലക്ഷ്യങ്ങളുമായി സ്വീകരിക്കുക.
ഈ മാർഗം അവലംബിക്കുക. ഈശ്വരനിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്ന എല്ലാ മാർഗങ്ങളിലും വെച്ച് ഭക്തിമാർഗമാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അത് മനസ്സിന് പൂർണ്ണാനന്ദം പ്രദാനം ചെയ്യും. ജ്ഞാനമാർഗം പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. മനോനിഗ്രഹം ഏറ്റവും കുറെ അസാധ്യമാണ്. ഈ കഠിനമായ ജ്ഞാനമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർ പോലും തങ്ങളുടെ ഹൃദയങ്ങളിൽ ഭക്തിയും പ്രേമവും ഉണ്ടായാലേ എനിക്കു പ്രിയപ്പെട്ടവരായിത്തീരുകയുള്ളൂ. ഭക്തിക്ക് തുല്യമായി ഒന്നുമില്ല. ഭക്തിബന്ധിതമല്ല. അത് സ്വാതന്ത്ര്യമാണ്. അത് മനുഷ്യന് എല്ലാ ആനന്ദവും സുഖവും പ്രദാനം ചെയ്യും. സത്സംഗത്തിനായി അന്വേഷിക്കുകയും അതിൽ ഏർപ്പെടുകയും ചെയ്താലേ നിങ്ങൾക്ക് ഭക്തിമാർഗത്തിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഊന്നിപ്പറയേണ്ടതുണ്ട്. സമ്മേളനത്തിൽ പ്രഭാഷണം തുടർന്നുകൊണ്ട് രാമൻ പറഞ്ഞു, എന്റെ രാജ്യത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കൂ. പലപ്പോഴും നല്ലപോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശിവനും കേശവനും തമ്മിൽ ഒരു വ്യത്യാസവും കാണരുത്. ദൈവം ഒന്നേയുള്ളൂ. ഇത് ഉറച്ചു വിശ്വസിക്കുക. നാമവും രൂപവും വ്യത്യാസപ്പെടാം. പക്ഷേ ദിവ്യാത്മാവ് ഒന്നുതന്നെയാണ്. ദിവ്യാത്മാവ് എല്ലാവരിലും തുല്യശക്തിയിൽ സ്ഥിതി ചെയ്യുന്നു. രാമന്റെ അധരങ്ങളിൽ നിന്ന് ഈ അമൃതമധുരമായ തത്വങ്ങൾ കേട്ട് പൗരന്മാർ ഭക്ത്യാദരങ്ങളോടെ തലകുനിച്ചു. അവരിൽ ഒരാൾ അവരുടെ കൃതജ്ഞത പ്രകാശിപ്പിക്കാനായി മുന്നോട്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ ഞങ്ങളുടെ ജീവനോടുള്ളതിനേക്കാൾ അധികം അങ്ങയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങുകാരണമാണ് ഞങ്ങളുടെ ശരീരം ശക്തിയും ആരോഗ്യവും ഉള്ളതായിത്തീർന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഗൃഹങ്ങൾ ആനന്ദം കൊണ്ടും സുഖം കൊണ്ടും പ്രതിധ്വനി കൊള്ളുന്നത് അങ്ങുകാരണമാണ്. അതെല്ലാം അങ്ങയുടെ കാരുണ്യം കൊണ്ടു മാത്രമുള്ളതാകുന്നു. അങ്ങ് സ്വന്തം ദുഃഖങ്ങൾ അകറ്റി ഞങ്ങളെ അങ്ങയോടടുപ്പിച്ചിരിക്കുന്നു. മഹാരാജൻ, അങ്ങ് ചെയ്യുന്നതുപോലെ മറ്റാർക്ക് പ്രേമപൂർവ്വം ഇങ്ങനെ പരിപാലിക്കാൻ കഴിയും? ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്. അത്രയുള്ളൂ. ഞങ്ങളെക്കൊണ്ട് അങ്ങക്കെന്താണ് പ്രയോജനം? എന്നിട്ടും അങ്ങ് ഞങ്ങൾ സ്വർഗീയാനന്ദം അനുഭവിക്കുന്നതിനായി പരിശീലിക്കണം എന്ന ആഗ്രഹത്തോടെ ഞങ്ങളെ പരിപൂർണമായ സംതൃപ്തി നൽകുന്നു. രാക്ഷസവംശത്തെ നശിപ്പിച്ച് അങ്ങയുടെ ഉത്തമന്മാരായ അനുയായികളും ഏറ്റവും മഹത്തായ സേവനമാണ് ലോകത്തിനു ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കൊരിക്കലും അങ്ങയെപ്പോലെയുള്ള സ്വാമിയും സുഹൃത്തും അച്ഛനും അമ്മയുമായ ഇത്രയും ദയയും ദാക്ഷിണ്യവുമുള്ള ഒരാളെ ലഭിക്കുകയില്ല. ജനങ്ങൾ രാമന്റെ മുമ്പാകെ തങ്ങൾക്ക് സിദ്ധിച്ച ആനന്ദവും ജ്ഞാനബോധവും ധാരാളമായി പ്രകാശിപ്പിച്ചു. രാമൻ ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള അവരുടെ ഔത്സുക്യവും ഭക്തിയും കണ്ട് സന്തോഷിച്ചു. പൗരന്മാർ രാമന്റെ അനുമതി വാങ്ങി സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. തങ്ങളെ പഠിപ്പിച്ച അമൂല്യസത്യങ്ങൾ അവർ സ്വയം അനുസ്മരിച്ചു. അയോധ്യാനഗരിയിൽ ഓരോ വസതിക്കും മുമ്പിൽ അതിനോട് ബന്ധപ്പെട്ട ഓരോ ഉദ്യാനമുണ്ടായിരുന്നു. വീട്ടുകാർ അതിനെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി പരിചരിച്ചിരുന്നു. അയോധ്യയിൽ നിത്യവസന്തമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. കാരണം വർഷം മുഴുവൻ വൃക്ഷങ്ങളും സസ്യങ്ങളും പുഷ്പഫലസമൃദ്ധമായിരുന്നു. പുഷ്പങ്ങൾക്കു ചുറ്റും തേനീച്ചക്കൂട്ടം പറന്നുകളിച്ചു. സർവത്ര അവയുടെ മർമ്മരശബ്ദം കേൾക്കാമായിരുന്നു. കുസുമങ്ങളുടെ പരിമളം വഹിച്ചുകൊണ്ട് മന്ദം മന്ദം വീശിയിരുന്ന ശീതളമാരുതൻ സർവരെയും സ്വാഗതം ചെയ്തു. നഗരിയിലെ കുട്ടികൾ പലതരത്തിലുള്ള പക്ഷികളെയും ഓമനകളായി വളർത്തിയിരുന്നു. അവയുടെ ഗാനങ്ങളും കൂജനങ്ങളും ചിലക്കലുകളും കുടിലുകൾക്ക് കാതിനിമ്പം കൊടുക്കുന്ന സംഗീതമായിത്തീർന്നിരുന്നു. രാമന്റെ ഹിതകരമായ ഭരണത്തിൽ പൗരന്മാർക്കുണ്ടായിരുന്ന സമ്പത്തും ക്ഷേമവും ആയിരംനാവുള്ള അനന്തനാലും സമുചിതമായി വർണ്ണിക്കാൻ സാധ്യമായിരുന്നില്ല. രാമൻ പോഷിപ്പിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരുന്ന ധർമ്മത്തിന്റെ ഫലമായിരുന്നു അത്. രാമൻ അനേകം അശ്വമേധയാഗങ്ങൾ ചെയ്തു. ലക്ഷക്കണക്കിൽ ബ്രാഹ്മണർക്ക് അകമഴിഞ്ഞു ദാനങ്ങൾ ചെയ്ത് അവരെ സംതൃപ്തരുമാക്കി. വൈദികമായ കർമ്മങ്ങളുടെ പ്രോത്സാഹകനും ധർമ്മസംഹിതകളുടെ രക്ഷകനും എന്നാലും ഗുണാതീതനും ആയ രാമനും സഹായം അപേക്ഷിക്കുന്ന സജ്ജനങ്ങളായ സർവരെയും സഹായിക്കാൻ സന്നദ്ധയായ സീതയും തങ്ങളെയും തങ്ങളുടെ പ്രജകളെയും ധർമ്മമാർഗത്തിൽ തന്നെ നിലനിർത്തുന്ന പ്രവൃത്തിയിൽ വളരെ ജാഗ്രതയുള്ളവരായിരുന്നു. രാമന്റെ ഭരണകാലത്ത് ശാരീരികമായ രോഗങ്ങളും മാനസികമായ ഉൾക്കഠിനവും ധാർമ്മികമായ അധപ്പതനവും തീർത്തും അക്ഷമമായിരുന്നു. ജനങ്ങൾക്ക് അന്യോന്യം അഗാധമായ പ്രേമവും വാത്സല്യവുമുണ്ടായിരുന്നു. സമുദായത്തിനും ജോലിക്കും വേദങ്ങൾ അനുവദിച്ച അവകാശങ്ങളിലും ധർമ്മങ്ങളിലും എല്ലാവരും സന്തോഷപൂർവ്വം ഉറച്ചുനിന്നു. ലഘുജീവിതം നയിക്കുന്നതിൽ ഉഗ്രനിഷ്ഠ, ദീനാനുകമ്പ, യജ്ഞങ്ങൾ, ആധ്യാത്മിക പഠനങ്ങൾ എന്നിവ രാജ്യത്തിലുടനീളം ഉത്സാഹപൂർവ്വം നിലനിന്നു. സ്വപ്നങ്ങളിൽ പോലും പാപചിന്ത ജനങ്ങളുടെ മനസ്സിൽ എത്തിനോക്കിയില്ല. സ്ത്രീകൾ, പുരുഷന്മാർ, വൃദ്ധന്മാർ, കുട്ടികൾ എല്ലാവരും എപ്പോഴും രാമചിന്തകളിൽ ആനന്ദപൂർവ്വം മുഴുകി. പ്രകൃതിയിൽ നിന്നും ആകസ്മിക വിപത്തോ മറ്റാപത്തുകളോ എങ്ങും കണ്ടിരുന്നില്ല. രാമയുഗത്തിൽ പാവങ്ങളില്ല, ദുഃഖിതരുമില്ല, അധസ്ഥിതരോ ഇല്ല, ക്രൂരരോ വിദ്വേഷമുള്ളവരോ ഇല്ല.
വിരൂപികളോ ഭീത്സരൂപികളോ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ചിത്താകർഷകത്വത്തിന്റെ അടയാളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സ്വന്തം ദണ്ടുകൊണ്ടോ പ്രതാപം കൊണ്ടോ ആരും ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. ആരും ആരുടെ നേരെയും അസൂയാലുവായിരുന്നില്ല. എല്ലാവരും ആത്മജ്ഞാനത്തിൽ നിപുണരായിരുന്നു. എല്ലാവരും ധർമ്മം ആചരിക്കാനും രക്ഷിക്കാനും ഉത്സുകരായിരുന്നു. എല്ലാവരും കരുണാർദ്രതയുള്ളവരായിരുന്നു. അന്യരെ സേവിക്കുന്നതിൽ താൽപ്പര്യമുള്ളവരുമായിരുന്നു. ഓരോരുത്തരും അന്യമാരുടെ ഗുണങ്ങളെ പ്രകീർത്തിക്കുവാൻ ഔത്സുക്യം കാണിച്ചു. ആർക്കും തന്നെ മനസ്സിൽ അഹന്ത അശേഷവും ഉണ്ടായിരുന്നില്ല. സമുദ്രങ്ങൾ അതിരായ സപ്തദ്വീപങ്ങളും രാമന്റെ ഏകഛത്രാധിപത്യത്തിന് കീഴിലായിരുന്നു. ഈ മുഴുവൻ പ്രദേശത്തിന്റെയും ഏകശാസിതവും രാമൻ മാത്രം ആയിരുന്നു. ഈ സാമ്രാജ്യത്തിലെ ജനങ്ങൾ അന്യോന്യം സ്നേഹിച്ചും സഹായിച്ചും ജീവിച്ചുപോന്നു. കലഹത്തിന്റെയോ യുദ്ധത്തിന്റെയോ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അകൽച്ചയോ മർദ്ദനഭീഷണികളോ എവിടെയും കണ്ടിരുന്നില്ല. നൃത്തത്തിലും കലകളിലും അനിതരസാധാരണമായ വൈദഗ്ധ്യം പ്രകടിതമായിരുന്നു. വടിതപസ്വികളുടെയും സന്യാസിമാരുടെയും കയ്യിലുണ്ടായിരുന്നത്. യുദ്ധം സാധകന്മാർ ഇന്ദ്രിയങ്ങൾക്കെതിരായി ചെയ്യുന്നൊരു പ്രക്രിയയായിത്രേ അവിടെ കാണപ്പെട്ടത്. ബന്ധം സംഗീതത്തിലെ രാഗമെന്നും സംഗീതത്തിലെ രാഗമായി മാത്രം അവ